ആരാണ് ഏറ്റവും വലിയ പാപ്പരായവൻ? ആരാണ് മുഫ്ലിസ്? ഇപ്പൊ ഗൾഫിലായിരുന്നു, അല്ലെ നാട്ടിൽ തന്നെ ബിസിനസ് ആയിരുന്നു, എല്ലാം തകർന്നു. അങ്ങനെ ഉണ്ടാവും കുറെ ആളുകൾ. തകർന്ന് ഇനി ഒരിക്കലും ഈ പടുകുഴിയിൽ നിന്ന് എണീക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അത്രമേൽ കടബാധ്യതകൾ, അത്രമേൽ പ്രയാസം. അങ്ങനെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹുമ്മ കുല്ലഹും, പടച്ചവനെ നീ അവരോടൊപ്പം നിൽക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. ചെയ്തു പോയ തെറ്റുകൾ നീ അവർക്കും ഞങ്ങൾക്കും മാപ്പ് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് സങ്കടമായി പോകും. ഒരാളുടെ ജീവിതത്തിന്റെ ഒരു അനുഭവം. എത്ര പേജായിരുന്നു? 17 പേജ്. 17 പേജ് എനിക്ക് എഴുതി തന്ന് അയാളുടെ ജീവിതത്തിന്റെ ഒരു ട്രാജഡി. സുബ്ഹാനല്ലാഹ്, ട്രാജഡി ആഫ്റ്റർ ട്രാജഡി, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. അങ്ങനെ ഭൂമിയിലും ആകാശത്തുമല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട്, കുടുംബവും സമ്പത്തും സമ്പാദ്യവും വലിയ മരമില്ലടക്കമുള്ളതൊക്കെ എല്ലാം നഷ്ടപ്പെട്ട്, കുടുംബവും കൈയൊഴിഞ്ഞ് ഇനി എനിക്കാര് എന്ന് ചിന്തിച്ച് നടക്കുന്ന വളരെ ദയനീയമായ, എനിക്ക് തോന്നുന്നതിന് സമാനമായത് നമ്മുടെ നാടുകളിലൊന്നും കേട്ടിട്ട് പോലുമില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളിൽ അള്ളാഹു അദ്ദേഹത്തിന് സലാമത്ത് നൽകട്ടെ എന്ന് ദുആയിരക്കുകയാണ്. എത്ര പ്രയാസമുള്ള ആളുകൾ, എത്ര പ്രയാസമുള്ള ആളുകൾ. ആരാണ് മുഫ്ലിസ്? അവരാണോ പാപ്പരായവർ? ആരാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ? തീരെ ഫുലൂസ് ഇല്ലാത്ത ആള്, ഫുലൂസ് പറ്റ തീർന്നിട്ടുണ്ട് മുഫ്ലിസ്. അവര് പറഞ്ഞു, നബിയേ, ഞങ്ങളിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ മല്ലാ ദിർഹമ ഇൻദഹു വലാ ദീനാർ, ഒരു സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ, അന്നത്തെ കറൻസി അതാണ്, അന്ന് നോട്ടില്ല, ദീനാർ ദിർഹം, ഇതൊന്നും കയ്യിലില്ലാത്ത പച്ചപ്പാവത്തിനാണ് ഞങ്ങൾ മിസ്കീനും ഫഖീറും മുഫ്ലിസും എന്നൊക്കെ പറയാം. ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ഞാൻ പറയുന്നത് പൈസയുടെ കാര്യമല്ല. എന്റെ ഉമ്മത്തികളിൽ ചില മിസ്കീന്മാർ നാളെ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ ഒരുപാട് നിസ്കാരവും ഒരുപാട് നോമ്പും ഒരുപാട് സകാത്തും കൊണ്ടുവരുന്ന ആളുകൾ. വലാകിൻ യഅതി വഖദ് ശതമ ഹാദാ, അവൻ വരുമ്പോൾ തന്റെ നാട്ടിലുള്ള ഒരുത്തനെ പറ്റി വേണ്ടാത്തത് പറഞ്ഞു വരത്തിയിരുന്നു, ഒരു പെണ്ണിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരുന്നു, ഒരാണിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരുന്നു. അടിപിടി കേസിൽ പ്രതിയാണ്. ഏതോ ഒരാളിന്റെ ജോലിക്കാരനായി ജോലി ചെയ്തിരുന്ന കാലത്ത് ശമ്പളം നിശ്ചയിച്ചതിൽ നിന്നും ഏറെ കൈപ്പറ്റിയിരുന്നു. സ്വന്തം മസാല ഉണ്ടാക്കലാണ്. എന്റെ മുതലാളിക്ക് എത്ര ഉണ്ടെങ്കിൽ എനിക്ക് തന്നൂടെ? ഇപ്പോ 1000 റിയാൽ ശമ്പളം ശരി തന്നെയാണ്, എനിക്ക് 2000 തരാൻ മുപ്പർക്ക് ഉറപ്പുണ്ടല്ലോ, ഞാനല്ലേ മുപ്പർക്ക് 5000 ഉണ്ടാക്കി കൊടുക്കുന്നത്, അപ്പൊ കിടക്കട്ടെ ഒരു 1000 കൂടെ എക്സ്ട്രാ. അങ്ങനെ സ്വന്തം മസാല ഉണ്ടാക്കിയിട്ട് ശമ്പളത്തിലേറെ പോക്കറ്റ് കിടുക, അങ്ങനെ മുപ്പറിന് ജസ്റ്റിഫൈ ചെയ്യാം, അത് എന്നെ കൊണ്ടാണല്ലോ. പറ്റില്ല. എത്രത്തോളം എന്നാൽ, നിങ്ങൾക്ക് മുതലാളി ശമ്പളം തരാനുണ്ട്, ആ മുതലാളിയുടെ ജോലിക്കാരനാണ് നിങ്ങൾ. കട ക്ലോസ് ചെയ്യുമ്പോ എന്റെ ശമ്പളം മുതലാളി തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ ശമ്പളം എടുക്കുകയാണ് എന്ന് പറഞ്ഞ് സ്വന്തം ഹക്ക് അയാളുടെ സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ലെന്നാണ് നമ്മുടെ പണ്ഡിതപക്ഷം. ന്യായം കൊണ്ട് നോക്കിയേ എടുക്കാൻ പറ്റും. കാരണം എന്റെ സമ്പത്ത്, എന്റെ അർഹമായ സാലറി അയാൾ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അയാളുടെ പൈസ ഞാൻ എടുക്കുന്നു. പക്ഷേ അയാളുടെ സമ്മതമല്ലാതെ എടുക്കരുത്. അയാൾ തരാത്തത് അയാൾ ചെയ്ത കുറ്റമാണ്. പക്ഷെ നമ്മൾ ഒരു കുറ്റത്തെ മറ്റൊരു കുറ്റം കൊണ്ട് നേരിടരുത്. നമ്മൾ സമ്മതമില്ലാതെ ചെയ്യുന്നതും ഒരു കുറ്റമാണ്. അങ്ങനെ ഒരുപാട് നോമ്പും നിസ്കാരവും സകാത്തും സ്വതക്കയും ചെയ്ത ആളുകൾ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു വന്നവർ, അടിപിടി കേസ് ചെയ്തവർ, മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി കൈപ്പറ്റിയ ആളുകൾ. അങ്ങനെ ആ മനുഷ്യന്റെ എല്ലാ നന്മയും ആരെല്ലാം ഖിസാസ് നൽകാൻ വേണ്ടി പരാതിയുമായി വന്നിട്ടുണ്ടോ അവർക്ക് നൽകുകയും എല്ലാ നന്മകളും കൊടുക്കും. അല്ലാഹുവേ, എന്നെ പറ്റി മോശമായത് വാട്സപ്പിൽ വിട്ട ആളാണിവൻ, കൊടുക്ക് നിന്റെ സ്വതക്ക, നിന്റെ നിസ്കാരം, നിന്റെ തറാവി, കൊടുക്ക് നിന്റെ മജ്ലിസുന്നൂർ, കൊടുക്ക് നിന്റെ ദിക്റ്, കൊടുക്ക് നിന്റെ സ്വലാത്ത്. അപ്പൊ അടുത്ത ആള് വരും, അല്ലാഹുവേ, എന്നെ പറ്റി മോശമായത്. ചില വീഡിയോസ് ഫോർവേഡ് ചെയ്യുമ്പോൾ, ചില വീഡിയോസ് അതിന്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെയെല്ലാം തീർന്നിട്ടും പരാതിക്കാർ ബാക്കിയാവുമ്പോൾ
പരാതിക്കാർ ബാക്കിയാവുമ്പോൾ അല്ലാഹു തആല പറയും, അവര് ചെയ്ത തെറ്റ് നീ ഏറ്റെടുക്കണം. അങ്ങനെ എല്ലാ നന്മകളും ഉണ്ടായിരുന്ന മനുഷ്യൻ നാവ് ക്ലിയർ അല്ലാത്തതിന്റെ പേരിൽ, സമ്പത്തിൽ ശുദ്ധിയില്ലാത്തതിന്റെ പേരിൽ, അന്യായങ്ങളും അതിക്രമങ്ങളും ചെയ്തതിന്റെ പേരിൽ തന്റെ നന്മ നഷ്ടപ്പെട്ടുവെന്നു മാത്രമല്ല, മറ്റുള്ളവന്റെ തിന്മകൾ ഏറ്റെടുക്കേണ്ടി വരികയും എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരാണ് പാപ്പറുകളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പോലെ കയ്യിലില്ലാത്തവരാരാണുള്ളത്? എത്ര വലിയ നഷ്ടമാണ് അവർക്ക് സംഭവിക്കുന്നത്. ഈ ലോകത്തെ കഷ്ടപ്പാടുകൾ ഇവിടം കൊണ്ട് തീരും. എന്നാൽ പരലോകത്തേക്ക് വരുമ്പോൾ അന്യായം നടക്കല്ലേ. മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി തിന്ന ആളുകൾക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. ഈ ആയത്ത് ഓതുന്നു നബി തങ്ങൾ. അല്ലയോ പ്രവാചകന്മാരെ, ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. പ്രവാചകന്മാരെ എന്ന് പറഞ്ഞ അല്ലാഹു എന്താണോ നബിമാരോട് പറഞ്ഞത് അതുതന്നെയാണ് നമ്മളോടും പറയുന്നത്. കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലതേ തിന്നാവൂ. അതുകൊണ്ട് റെസ്റ്റോറന്റ് കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. കേടുവന്നതും നിസ്സാര വിലക്ക് കിട്ടുന്നതും ചത്തുപോയതും അല്ലെങ്കിൽ വിഷാംശങ്ങൾ പ്രിസർവേറ്റീവുകളായി വെച്ചിട്ട് ഷവർമ്മ കോലുകളിൽ കൊത്തിവെച്ചിട്ടോ അല്ലെങ്കിൽ ചുട്ടുകൊടുത്തിട്ടോ അല്ലെങ്കിൽ മസാല പുരട്ടിയിട്ടോ ഒരു ഹലാലല്ലാത്ത ജീവിയെ, ഒരു ഹലാലല്ലാത്ത മാംസം നമ്മൾ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന കച്ചവടം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നരകത്തിന്റെ തീ കഷ്ണങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ജനങ്ങളുടെ ശരീരം കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. ഇത്രമേൽ ക്യാൻസർ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടരാൻ കാരണം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ വന്ന വിഷബാധയല്ലേ? അതിൽ കച്ചവടക്കാർ ഒരുപോലെ ബാധ്യസ്ഥരാണ്. തരം താഴ്ന്ന സാധനങ്ങൾ കൊണ്ടുവരികയും അത് ഉയർന്ന വിലക്ക് വിൽക്കുകയും അത് വാങ്ങിക്കാൻ വരുന്ന ആളോട് നല്ലതാണ്, മുന്തിയതാണെന്ന് പറയുകയും ചെയ്ത് ജനങ്ങളുടെ കാശ് അന്യായമായി കൈപ്പറ്റുന്ന ദുർനടപ്പാണ് അത്തരക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കണം. നല്ല ഭക്ഷണം കൊടുക്കുകയും നല്ല ഭക്ഷണം നൽകി നല്ല ഭക്ഷണം വിൽപ്പന ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലമുണ്ട്. കാരണം സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആളുകൾ അംബിയാഇന്റെ കൂടെയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുമോ, അബുൽ മആലി അൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമുൽ ഹറമൈനി എന്നാണ് അറിയാം. ഇമാമുൽ ഹറമൈൻ അൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ബാപ്പ ഈ മഹാനായ പണ്ഡിതൻ ഈ കുഞ്ഞായിരുന്ന കാലത്ത് തന്റെ ഉപ്പ വളരെ സ്വാലിഹായ ആളാണ്, ദരിദ്രനായിരുന്നു. പക്ഷേ തന്റെ ഭാര്യയോട് പറയും, പെണ്ണേ, നമുക്ക് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മുടെ വീട് എത്ര ചെറുതാണെങ്കിലും നമുക്ക് ഹലാലു മതി, ആരെയും വഞ്ചിച്ചത് നമുക്ക് വേണ്ട. അങ്ങനെ ഹലാലായ ഭക്ഷണമേ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരൂ. തന്റെ പെണ്ണിനോട് പറയുമായിരുന്നു, പെണ്ണേ, നിന്റെ മുലപ്പാലല്ലാതെ ഈ കുഞ്ഞിന് ഒരാളും പാല് കൊടുക്കരുത്. അന്നൊക്കെ അറേബ്യയിൽ വെറ്റ് നഴ്സുകളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. അയൽവാസി പെണ്ണുങ്ങൾ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പാലുണ്ടെങ്കിൽ പാല് കൊടുക്കും. അങ്ങനെ ഒരു സ്വാഭാവികമായും 5 തവണ ഒരു കുഞ്ഞിന് വയറ് നിറയുമാർ 5 തവണ ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്നതിലൂടെയാണ് മുലകുടി ബന്ധമുണ്ടാകുന്നത് 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക്. എന്നാൽ 5 തവണയാവാതെ 1ഓ 2ഓ തവണയൊക്കെ വളരെ കൂളായ ആളുകൾ ചെയ്യാറുണ്ട്. അല്ലാമ ഇമാമുൽ ഹറമൈൻ അബുൽ മആലി അൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ചെറിയ കുട്ടിയാണ്, പാല് കുടിക്കുന്ന കുഞ്ഞാണ്. ഭർത്താവ് പറയും പെണ്ണിനോട്, പെണ്ണേ, നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എന്നാൽ നീയല്ലാത്ത ഒരാളും ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ അനുവദിക്കരുത്. ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നു എന്നതുപോലെ മഹാനായ അബുൽ മആലി ഇമാമുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ആ വീട്ടിൽ കരയുകയാണ്. ഉമ്മയാണെങ്കിലോ അടുക്കളയിൽ ചെന്ന്
ഗസ്റ്റായി വന്ന ഈ പെണ്ണിന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടും തിരക്കിലാണ്. ആ തിരക്കിനിടയിൽ കുഞ്ഞു വല്ലാതെ കരഞ്ഞപ്പോൾ ഈ കുഞ്ഞിനടുത്ത് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പെണ്ണ്. പെട്ടെന്ന് വീട്ടുകാരി പെണ്ണ് ഇമാം ജുവൈനിയുടെ ഉമ്മ ഓടി വന്ന് കാണുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ നിന്നിട്ടുണ്ട്. എന്തേന്ന് ചോദിച്ചു. ഞാൻ ആ കുഞ്ഞിന് പാല് കൊടുത്തു എന്ന് കൂളായി പറഞ്ഞപ്പോ ആ ഉമ്മ ദേശത്തോടുകൂടെ പറഞ്ഞു, എന്റെ ഭർത്താവ് ഒരു തവണയല്ല 1000 തവണ എന്നോട് പറഞ്ഞിരുന്നു, ഈ കുഞ്ഞിന് ഹലാലല്ലാത്തത് കൊടുത്തേക്കരുതേ, നീയല്ലാതെ ഒരാളും ഈ കുഞ്ഞിന് പാല് കൊടുക്കരുത്. പക്ഷേ സംഭവിച്ചു പോയി. ഇനി അതെടുക്കാൻ കഴിയില്ലല്ലോ. അല്ലാമ ജുവൈനി തങ്ങൾ നല്ല ഖണ്ഡന പ്രസംഗം നടത്തുന്ന ആളായിരുന്നു. യുക്തിവാദികളുമായി സംവദിക്കുന്ന ആളായിരുന്നു. ബിദ്അത്തുകാരോട് സംവദിക്കുന്ന മഹാപണ്ഡിതനായിരുന്നു. ഇമാമുൽ ഹറമൈൻ അൽ ഇമാമുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ സംവാദം നടക്കുന്നതിനിടയിൽ മഹാനവറുകൾക്ക് വിക്കുവരും, വാക്കുകൾ കൃത്യമായി വരില്ല, ഇടയ്ക്ക് നാവിങ്ങനെ പെടക്കും, പറയാൻ കഴിയില്ല. അങ്ങനെ മഹാനവറുകൾ പറയുമായിരുന്നു, എന്റെ നാവിന് വന്ന ആ പിഴവ് എന്റെ ഉമ്മ അന്ന് എനിക്ക് പാല് തരേണ്ട നേരത്ത് ആ പെണ്ണെനിക്ക് പാല് തന്ന പാലിന്റെ അംശം കൊണ്ടാണ് എന്റെ നാവിനിത് സംഭവിക്കുന്നത് എന്ന് അല്ലാമത്തുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി അത്രയും സംശുദ്ധമായ ഒരു പാരമ്പര്യത്തിലൂടെ വന്നപ്പോൾ ഒരു പിഴവിന്റെ കാരണം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. നമ്മൾ ഒരുപാട് പിഴവുകളിലൂടെ ഉഴലുമ്പോൾ നമുക്കറിയുന്ന പോലുമില്ല എവിടെയാണ് പിഴവെന്ന്. ഇമാം ജുവൈനി തങ്ങൾ പറയും, വേണ്ടില്ലായിരുന്നു ആ ഉമ്മ എനിക്ക് എന്റെ ഉമ്മയല്ലാത്ത ഒരാൾ പാല് തരേണ്ടതില്ലായിരുന്നു. അത് കാരണമാണ് ആ ഹറാമിന്റെ അംശം ആ ഉമ്മ തിന്നിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. അതുകൊണ്ടാണ് എന്റെ നാവിന് പെടക്കൽ വരുന്നതെന്ന് അല്ലാമത്തുൽ ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആക്ക് ഉത്തരമുണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ട്. അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരമുണ്ട്. ഒരു കാരണമാ പറഞ്ഞത്, കഴിക്കുന്നത് ഹലാലായിരിക്കണം. അറിയുമോ, ഹബീബിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഹബീബിന്റെ വിരിപ്പിൽ ചിലപ്പോൾ ഈത്തപ്പഴം കാണും, കാരക്ക കാണും, ഈത്തപ്പഴം കാണും. തങ്ങൾക്ക് വിശപ്പുണ്ട്, ആ വീട്ടിലെന്ന് ഭക്ഷണം വളരെ കുറവല്ലേ. തങ്ങൾ പറയുന്നു, വിശന്ന് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വായയിലേക്ക് വിശന്നിരിക്കുന്ന ഹബീബായ നബി തങ്ങൾ ആ ഈത്തപ്പഴം തിന്നാൻ വേണ്ടി വായയിലേക്ക് വെക്കുമ്പോൾ തങ്ങൾ പറയും, എനിക്ക് ഓർമ്മ വരും, ഒരുപക്ഷേ ഈ കാരക്ക, ഈ ഈത്തപ്പഴം സകാത്ത് കൊണ്ടുകൊടുത്ത ഈത്തപ്പഴത്തിന്റെ സകാത്തായി കൊടുത്ത സകാത്തിലെ ഈത്തപ്പഴത്തിൽ നിന്ന് വല്ലതും എന്റെ വീട്ടിൽ വീണുപോയതായിരിക്കാം. ലൗലാ അന്നി അഖ്ശാ വല്ലാഹ്. ഇങ്ങനെയാണ് മുഅ്മിനെ ഈ ഹദീസൊക്കെ നമ്മൾ എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കണം. വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗലാ അന്നി അഖ്ശാ അന്നഹാ മിൻ തംരി സ്വദഖ ലഅകൽതുഹാ. ഇത് സകാത്തിന്റെ കാരക്കയാകുമോ എന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാനത് തിന്നുമായിരുന്നു. എന്നാൽ നബി തങ്ങൾ ആ കാരക്ക തിന്നാതെ സ്വദഖ ചെയ്യാൻ വേണ്ടി പറയും, പാവങ്ങൾക്ക് കൊടുക്കാൻ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. തങ്ങൾക്ക് വിശപ്പുണ്ട്, ഇത് സകാത്തിൻ്റെതാണെന്ന് ഉറപ്പ് പോലുമില്ല, എന്നാൽ ആകുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ ആ വിശന്ന് വന്ന് നേരത്ത് പോലും ഹബീബ് തിന്നുമായിരുന്നില്ല. നമുക്കറിയുമോ, ഹബീബായ നബി തങ്ങളുടെ പേരക്കിടാങ്ങളായ ഫാത്തിമ ബീവിയുടെ 2 മക്കൾ അൽ ഹസൻ വൽ ഹുസൈൻ, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരുന്ന യുവാക്കളുടെ നേതാക്കന്മാരാണവർ. ആ പിഞ്ചുമക്കൾ ഹബീബിന്റെ വീട്ടിലൂടെ നടക്കുമ്പോൾ താഴെ വീണ് കിടക്കുന്ന ഈത്തപ്പഴം കിട്ടിയപ്പോ ആ ഈത്തപ്പഴം ഓരോരുത്തരും വായിലേക്ക് എടുത്ത് കഴിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടി വന്നിട്ട് ആ മക്കളുടെ വായിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, ഖഖിൻ ഖഖിൻ, മക്കളെ തുപ്പണം, മക്കളെ തുപ്പണം. ഖഖിൻ ഖഖിൻ, തുപ്പാൻ വേണ്ടി പറഞ്ഞു വിരലിട്ട് ആ കാരക്ക ഈത്തപ്പഴം നബി തങ്ങൾ വായിൽ നിന്ന് എടുക്കുകയും പിഞ്ചു പൈതങ്ങളുടെ എന്നിട്ടത്
അത് മനോഹരമായി തോർത്തെടുത്ത് അത് വൃത്തിയാക്കി സ്വതക്കയുടെ സകാത്തിന്റെ ഈത്തപ്പഴത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മക്കളെ അമാ അലിംത അന്നഹാ മിൻ സ്വദഖ, ഇത് സകാത്തിന്റെ ഈത്തപ്പഴമാണെന്ന് മക്കളെ നിങ്ങൾക്കറിയില്ലയോ? വഅന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ആലി മുഹമ്മദ്, പക്ഷേ അങ്ങനെയാണ് സംഗതി. അതുകൊണ്ട്